ശരത്ത്, ഇന്ന് തൃശ്ശൂരാണ് സുരേഷ് ഗോപി ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തി അവർക്കെല്ലാ പിന്തുണയും നൽകിയിട്ട് പോയ ആളാണ് ഇന്ന് കരണം മറിഞ്ഞ് സംസ്ഥാന സർക്കാരിൻ്റെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞത്? ഷമി, ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ആശാവർക്കർമാരുടെ SUCI നേതൃത്വം നൽകുന്ന ആശാവർക്കർമാരുടെ സമരത്തിനെത്തി സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു യൂടേൺ എടുക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി ഇന്ന് കൈക്കൊണ്ടത്. ഇന്ന് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് പറഞ്ഞത് താൻ ആരോഗ്യമന്ത്രിയെ കുറ്റം പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. തന്നെ കൊണ്ട് കുറ്റം പറയിക്കാൻ ശ്രമിക്കരുത്, താൻ ആരോഗ്യമന്ത്രിയെ കുറ്റം പറയാനില്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതാണ്, ഇത് പണം കായ്ക്കുന്ന മരമൊന്നും നമുക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളതെല്ലാം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് താൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിലെത്തി പറഞ്ഞതും ഇപ്രകാരം തന്നെയായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഇതിൻ്റെ ചർച്ചാമൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു, തൻ്റെ വാക്കുകൾക്ക് മേൽ ചർച്ചയ്ക്ക് വേണ്ടി കത്രിക വയ്ക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയോ ആരോഗ്യമന്ത്രിയെയോ താൻ വിമർശിക്കാനില്ല എന്നൊരു നിലപാട് കൂടി കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇന്ന് കൈക്കൊണ്ടിരിക്കുകയാണ്. ഷമി, ശരത്ത് ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് അടിസ്ഥാനരഹിതമായി ഒരു സമരത്തിൻ്റെ വേദിയിൽ വന്ന് എന്തും പറയാനുള്ള ലൈസൻസ് ഇല്ല. അദ്ദേഹം ഈ സമരപന്തലിലെത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വത്തെ പാടെ മറന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മേൽ ആ കുറ്റം ചാർത്തുകയാണെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല ധാരണയുണ്ട്. എന്തായാലും വൈകിട്ടാണെങ്കിലും അദ്ദേഹം ഈ വിഷയം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഷമി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന സമയങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വൈമനസ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയ കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ആ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് തന്നെ മന്ത്രിക്കെതിരെ പറയിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല, താൻ മന്ത്രിക്കെതിരെ മുമ്പും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ മാറിയത്. അതായത് കൃത്യമായിട്ട് ആശാവർക്കർമാരുടെ SUCI നേതൃത്വം നൽകുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് 3 തവണ അദ്ദേഹം സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹത്തെ വലിയ പാട്ടൊക്കെ പാടിയാണ് ഈ SUCIയുടെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ സ്വീകരിച്ചത്. പിറ്റേ ദിവസമാണ് അദ്ദേഹം വന്ന് ഈ മഴക്കോട്ടുകൾ നൽകിക്കൊണ്ട് ആശാവർക്കർമാർക്ക് തൻ്റെ സമരത്തിനുള്ള തൻ്റെ പിന്തുണ അറിയിച്ചത്. അന്ന് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ നൽകേണ്ട തുക സംബന്ധിച്ച് വലിയ തർക്കങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്ന് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുറയ്ക്ക് ഇതെല്ലാം നൽകുമെന്നാണ് കേന്ദ്രമന്ത്രി സഹമന്ത്രി കൂടിയായിട്ടുള്ള ഈ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല, സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പരിമിതികളുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിൽക്കുന്ന നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എത്ര രൂപ ആശാവർക്കർമാർക്ക് വേണ്ടി സർക്കാർ LDF സർക്കാർ 2016 മുതൽ 2023 വരെ ഈ 24-ൽ മാത്രമാണ് ഒരു വർധനവ് വരുത്താതിരുന്നത്. ബാക്കി 2016 മുതൽ 23 വരെ ഏതാണ്ട് 8 വർഷക്കാലം കൊണ്ട് 6000 രൂപയാണ് LDF സർക്കാർ വർദ്ധിപ്പിച്ചത്. അതേസമയം തന്നെ നമ്മൾ പരിശോധിക്കണം, 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാർ കേവലം 500 രൂപയാണ്, 500 രൂപ മാത്രമാണ്. അതായത് ഒരു വർഷം 100 രൂപ വെച്ച് വർദ്ധിപ്പിച്ച സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം 1000 രൂപ മാത്രമായിരുന്നു ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഓണറേറിയം. അതാണിന്ന് 10,000 രൂപയായി, 13,000 രൂപ ചില ആൾക്കാർക്ക് ലഭ്യമാകുന്നുണ്ട്, അങ്ങനെ വർദ്ധിച്ചിരിക്കുന്നത്. അതായത് ഈ 8 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ 6,000 രൂപ ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. 7,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ അവർക്ക് ലഭിക്കുന്നത്. അത്രമാത്രം അവർക്ക് വേണ്ടി ചെയ്ത ഒരു സർക്കാരിനെയാണ് പിഴുതെറിയും എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് SUCIക്കാർ സമരം നടത്തുന്നത്.
അതിനാദ്യഘട്ടത്തിൽ പിന്തുണ നൽകിയ ആൾ തന്നെയാണ് സുരേഷ് ഗോപി. അതിൻ്റെ അകത്ത് ഒരു സംശയവും നമ്മൾക്കാർക്കുമില്ല. പക്ഷേ കേന്ദ്രമന്ത്രി എന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ യാഥാർത്ഥ്യം പറയാൻ അദ്ദേഹം നിർബന്ധിതമായി എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും ഷാമി, അത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും ഇത്തരത്തിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തു നിന്നും എന്തിനധികം പറയുന്നു കേന്ദ്ര സഹമന്ത്രിയായ മലയാളി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തരത്തിലൊരു സത്യം പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്താൻ കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന സ്ഥാനത്തെക്കുറിച്ചും നൽകേണ്ട തുകകളെക്കുറിച്ചും അല്ലെങ്കിൽ കഴിഞ്ഞ 2016 തൊട്ട് 2023 വരെ കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന സർക്കാർ നടത്തിയ വർധനവിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള രേഖകൾ പുറത്തു വന്നോട് കൂടിയിട്ടാണ് കേന്ദ്ര സഹമന്ത്രിക്ക് ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഷമി നേരത്തെ പറഞ്ഞ പോലെ തന്നെ UDF സർക്കാർ, അതായത് 2011 തൊട്ട് 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് നാമമാത്രമായ സംഖ്യ മാത്രമാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ വർധനവ് വരുത്തിയിരുന്നെങ്കിൽ 2016 മുതൽ 2023 വരെയുള്ള 1-2 പിണറായി വിജയൻ സർക്കാരുകൾ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ തുകയിൽ വർധനവ് വരുത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഒരു ചെറിയൊരു വിഭാഗം, കൃത്യമായി പറയുകയാണെങ്കിൽ 1.7% ആശമാർ മാത്രം വരുന്ന വിരലിലെണ്ണാവുന്നത്ര അത്ര എന്ന് പറയാവുന്ന രീതിയിലുള്ള ആശാ വർക്കർമാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സമരം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു പരിധിയിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങളെ പിൻപറ്റി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും കുറ്റപ്പെടുത്താൻ താനില്ല എന്ന രീതിയിൽ ഒരു ടേൺ എടുക്കാൻ കാരണം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഷമി, സുരേഷ് ഗോപിയോട് ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ ശരത്തിനോട് ചോദിച്ചത്, അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അക്കാര്യത്തിൽ സുരേഷ് ഗോപി എന്തെങ്കിലും ഇടപെടൽ നടത്തുമോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഷമി, തീർച്ചയായിട്ടും അത്തരത്തിലെ കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ ഇതിൽ ഇടപെടും എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ തനിക്കൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല. ആശാ വർക്കർമാരുടെ ജീവിതം തന്നെ മെച്ചപ്പെടുത്തേണ്ട നടപടിയാണ് കൈക്കൊള്ളേണ്ടത് എന്നൊരു മറുപടി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഷമി.